എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എയ്ഡ്സ് രോഗിയുമായി നിങ്ങൾ സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്തത്. എയ്ഡ്സ് എന്ന മാറാരോഗം ഇന്ന് ആദ്യത്തെ കാലം പോലെ അത്ര പ്രാധാന്യം ഇന്ന് എയ്ഡ്സ് രോഗികൾക്ക് സമൂഹം കൊടുക്കുന്നില്ല എങ്കിലും എയ്ഡ്സ് എന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥ തന്നെയാണ്. അതെ, ആദ്യകാലങ്ങളിൽ എയ്ഡ്സ് രോഗി നടന്ന വഴികളിലൂടെ പലരും നടക്കാൻ പോലും മടിച്ചിരുന്നു. കാരണം എയ്ഡ്സ് എന്നത് മറ്റെന്തോ വലിയ കൊറോണ പോലെയുള്ള മറ്റെന്തോ ഒരു വൈറസ് ആണെന്നായിരുന്നു ഭീതി ജനിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഇപ്പോൾ സമൂഹത്തിന് ഒരുപാട് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. എയ്ഡ്സ് എന്നത് രോഗമാണെങ്കിൽ കൂടി അതൊരു സ്പർശത്തിലൂടെയോ കാഴ്ചയിലൂടെയോ പകരുന്നതല്ല എന്നത്. അതെ, എയ്ഡ്സ് രോഗിയുമായി നിങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ആകാം. ഇതിലൂടെയൊന്നും എയ്ഡ്സ് നിങ്ങൾക്ക് പകരില്ല. എന്നാൽ പകരുന്നത് ഒന്നാമതായി എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് നിങ്ങളുടെ ബ്ലഡുമായി കൂടിച്ചേരുമ്പോഴും അതുപോലെ ലൈംഗിക ബന്ധം നടക്കുമ്പോഴേ അവരുടെ വിസർജ്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്തോ മറ്റോ ആയി പോവുകയും ചെയ്യുമ്പോഴാണ്. അതെ, ഈ കേസിൽ പലരും കരുതുന്നുണ്ടാകും റോഡരികിലോ മറ്റോ ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ബ്ലഡിൽ കുളിച്ചിരിക്കുമ്പോൾ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആ രോഗി എയ്ഡ്സ് രോഗിയാണെങ്കിൽ കൊണ്ടുപോയവരുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും മുറിവോ കാര്യമോ ഉണ്ടെങ്കിൽ ആ ബ്ലഡും ഈ ബ്ലഡും കൂടി ചേരുന്ന സമയത്ത് എയ്ഡ്സ് പകരുമോ എന്നത്. എന്നാൽ അങ്ങനെയൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 72 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, 72 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലുള്ള സംശയമുള്ളവർക്ക് മറികടക്കാനായി ഇന്ന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇത് ലഭ്യവുമാണ്. അതിനാൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. അതുകൊണ്ട് അത്തരം അവസ്ഥകളുള്ളവർ ഒരിക്കലും അവരെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാൻ മറക്കുകയും വേണ്ട. എങ്കിലും എയ്ഡ്സ് രോഗമുണ്ടോ എന്ന് സംശയിക്കുന്നവർക്കും ഇന്ന് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ലഭ്യമാണ്. ഇത് എല്ലായിടങ്ങളിലും ഇന്ന് നടക്കുന്നുമുണ്ട്. അത്തരക്കാർ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും നാണമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതുമോ എന്നുള്ള ഭയം കാരണം പിന്തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തുടങ്ങാവുന്നതാണ്.